നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പല ദിവസങ്ങളിലായി ചിലപ്പോൾ 78, 79 ദിവസം 80ാമത്തെ ദിവസത്തിലേക്ക് പോകുന്ന ഒരു വിഷയമാണ് ഈ അർജുൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. 75 ദിവസത്തോളം അല്ലെങ്കിൽ 72 ദിവസത്തോളം അർജുൻ എന്ന് പറയപ്പെടുന്ന കാണാതായ ആ ലോറി ഡ്രൈവറെക്കുറിച്ച് മലയാള സമൂഹം, മലയാളികളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി മറ്റ് വിഷയങ്ങളൊന്നുമില്ലാതെ, വിവാദങ്ങളൊന്നുമില്ലാതെ, പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ അയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 72 ദിവസങ്ങൾ. അദ്ദേഹത്തിനെ കണ്ടെത്തി 75 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തി. അതിനുശേഷം ഇപ്പോൾ ഇതാ വിവാദങ്ങൾ ഉയരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അർജുൻ്റെ വിഷയം വീണ്ടും ഇങ്ങനെ വിവാദമാകേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകും. അപ്പോഴും അർജുൻ്റെ വിഷയം വിവാദമായപ്പോൾ അത് മനാഫിനെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണവുമായിട്ട് മനാഫ് രംഗത്ത് വന്നു. അദ്ദേഹം പറയുന്നത് ഒരു രൂപ പോലും ആരോടും വാങ്ങിയിട്ടില്ല എന്നും അർജുൻ്റെ കുടുംബം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോറി ഡ്രൈവറായിട്ടുള്ള മനാഫ് തൻ്റെ ഭാഗം മാധ്യമങ്ങൾക്ക് മുന്നിൽ കൂടുതൽ വിശദമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ അർജുൻ്റെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം മനാഫ് നിഷേധിക്കുകയാണ്. എത്ര ക്രൂശിച്ചാലും താൻ ചെയ്തതെല്ലാം നിലനിൽക്കുമെന്നും അർജുൻ്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും മനാഫ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അഥവാ ഇനി താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കല്ലെറിഞ്ഞ് കൊന്നോട്ടെ എന്നും പറയാൻ മനാഫ് മടി കാട്ടുന്നില്ല എന്നുള്ളതാണ്. അർജുൻ്റെ കുടുംബത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നും സംസാരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കഴിയുന്നതാണെന്നൊക്കെ മനാഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ലോറിക്ക് വരാൻ പോകുന്ന പുതിയ ലോറിക്ക് അർജുൻ എന്ന് തന്നെ താൻ പേരിടും. അർജുൻ്റെ കുടുംബവുമായിട്ട് കാര്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ മനാഫ് അറിയിക്കുമ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കുന്ന ഇദ്ദേഹം പക്ഷേ എവിടെയൊക്കെയോ ചില വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം, ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നുള്ളതാണ്. ഈ ആരോപണങ്ങളൊക്കെ അർജുൻ്റെ കുടുംബം ആരോപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൽ പ്രതികരിച്ചുകൊണ്ടാണ് മനാഫ് വന്നിരിക്കുന്നത്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് എന്താണ് തെറ്റ് എന്നാണ് മനാഫിൻ്റെ ചോദ്യം. എനിക്ക് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. മാത്രമല്ല അർജുൻ്റെ വിഷയത്തിന് ശേഷം യൂട്യൂബ് ചാനലിലൊന്നും വന്നിട്ടില്ല. അർജുനെ കിട്ടുന്നതോടുകൂടി ആ യൂട്യൂബ് ചാനലിന് അർത്ഥമില്ലാതായി എന്നാണ് മനാഫ് പറഞ്ഞു വെക്കുന്നത്. ആകെ 10,000 മാത്രം സബ്സ്ക്രിപ്ഷനുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് എന്ത് പ്രശ്നമാണ്, എന്ത് വൈകാരികതയാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ വൈകാരികത വച്ച് തന്നെയാണ് അർജുൻ ജനഹൃദയങ്ങളിലേക്ക് എത്തിയത്. അങ്ങനെ ചെയ്യുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത് എന്ന് മനാഫ് ചോദിക്കുകയാണ്. അങ്ങനെ വൈകാരികതയായി തോന്നുന്നുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ കരുതിക്കോളൂ എന്ന് മനാഫ് പറയുകയാണ്. അതിനകത്തൊരു വികാരം ചിലപ്പോൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കാം. ഒരു സഹപ്രവർത്തകനോട് അല്ലെങ്കിൽ ഒരു തൊഴിലാളിയോട് അല്ലെങ്കിൽ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോട് തോന്നാവുന്ന മാനസിക അടുപ്പം ഉണ്ടായിരിക്കാം. അതിനകത്തൊരു വിഷമം ഉണ്ടായിരിക്കാം. കാണാതാകുമ്പോൾ കണ്ടുകിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരിക്കാം. കണ്ടുകിട്ടാതാകുമ്പോൾ, മരണപ്പെട്ടു എന്നറിയപ്പെടുമ്പോൾ, നഷ്ടങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വൈകാരികതയാണ്. പിന്നെ മറ്റൊന്ന്, വൈകിപ്പിച്ചതായിട്ടുള്ള കുടുംബങ്ങളുടെ ആരോപണം. ആ ആരോപണത്തൊട്ടും വളരെ വൈകാരികമായിട്ട് തന്നെയാണ് മനാഫ് പ്രതികരിച്ചത്. തൻ്റെ കുടുംബവുമായിട്ട് അവരെ കണ്ടതിൽ എന്താണ് തെറ്റെന്ന് മനാഫ് ചോദിക്കുന്നുണ്ട്. അർജുൻ്റെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൻ്റെ അമ്മയാണ്, ആ അമ്മ തന്നെ തള്ളിപ്പറഞ്ഞോട്ടെ എന്നും അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലിയാണെന്നും അവരും തന്നെ തള്ളിപ്പറഞ്ഞോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, അവരിപ്പോഴുള്ള ഒരു ബുദ്ധിമോശത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് തന്നെയാണ് മനാഫ് പറയുന്നത്. അവരിതിനു മുൻപും പേഴ്സണലായിട്ട് പറഞ്ഞതാണ്, ഞാനതൊന്നും പക്ഷേ വകവെക്കുന്നില്ല എന്നും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഒരാവശ്യം വരുമ്പോൾ അങ്ങനെ ഞാൻ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് കൂടി പറയാൻ മനാഫ് തുനിഞ്ഞിറങ്ങുകയാണ്. അത് അവരുടെ മാത്രമല്ല, അത് എൻ്റെ ഏത് ജോലിക്കാർക്ക് ആവശ്യം വന്നാലും താൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഒരു രൂപ പോലും ആരോടും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനാഫ് പറയാണ്. അർജുനെ എടുക്കുന്നതിന് മുമ്പ് ഈ ആരോപണങ്ങളാകാമായിരുന്നു. അന്ന് അവർ മൊത്തം എന്നെ തള്ളിപ്പറഞ്ഞാലും എനിക്ക് അവരെൻ്റെ ഫാമിലിയായിട്ട് തന്നെ ഞാൻ കാണുമായിരുന്നു. കുറച്ച് ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്ന് എനിക്കറിയാം. ചിലപ്പോൾ ജിതിൻ എന്ന് പറയപ്പെടുന്ന അർജുൻ്റെ സഹോദരി ഭർത്താവിന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അർജുൻ്റെ വിഷയത്തിൽ അവർക്കൊരു പ്രശസ്തി ആവശ്യമില്ല എന്നാണ് ഞാൻ കരുതുന്നതെന്നും ആ പ്രശസ്തി തനിക്ക് വേണ്ട എന്നും പറയുമ്പോഴും ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ച് തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അതിനോട് ജിതിനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യമില്ല എന്നും ഇപ്പോൾ ഫോണിൽ വിളിച്ചാലും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഞാൻ പോയി അർജുന് വേണ്ടി ഇനി അമേരിക്കയിലേക്ക് പോകണമെങ്കിലും ഞാൻ പോകും. നിങ്ങളെല്ലാവരും കൂടി എനിക്കൊരു ഹൈപ്പ് തന്നത് അവർക്കിഷ്ടമില്ലാത്തതാണ് എന്ന് പറയാനാണ് മനാഫ് ശ്രമിക്കുന്നത്. ഇതിലൂടെ ഈ അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് മനാഫ് മാർക്കറ്റിംഗ് നടത്തുന്നു എന്നും അർജുൻ ഏകദേശം 75,000 രൂപ ശമ്പളമുണ്ടെന്നുമൊക്കെ മനാഫ് കള്ളപ്രചരണം നടത്തുകയാണെന്നാണ് കുടുംബം ആരോപിച്ചിരുന്നത്. കുടുംബത്തിൻ്റെ വൈകാരികതയെ ചൂഷണം ചെയ്ത് അത് മറ്റൊരു രീതിയിൽ പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടുവെന്നും അർജുൻ സംഭവം എന്ന് പറയപ്പെടുന്നത് അർജുൻ്റെ മരണമടക്കമുള്ള കാര്യങ്ങൾ, സംസ്കാരം വരെയുള്ള കാര്യങ്ങൾ,
ആ അർജുൻ്റെ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിച്ചുവെന്നും ഇതിൻ്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്നും അന്നാണ് അർജുൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് ഡ്രൈവർക്ക് 75,000 രൂപ ശമ്പളമുണ്ടെന്നുമൊക്കെ മനാഫ് എന്ന് പറയപ്പെടുന്ന വ്യക്തി പ്രചരിപ്പിക്കുന്നത് എന്നാണ് കുടുംബം പറഞ്ഞത്. കുടുംബത്തിന് ഇത് തികയുന്നില്ല എന്ന തരത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് വാസ്തവവിരുദ്ധമാണ്. ഇതിൻ്റെ പേരിൽ സൈബർ ആക്രമണം നേരിടുകയാണ്. ഇത് മാത്രമല്ല, ഇതിൻ്റെ 2ാം ഘട്ടം കഴിയുന്നു. അപ്പോൾ മനാഫ് യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കാൻ 2ാം ഘട്ടം കഴിയുമ്പോൾ അപ്പോൾ അർജുൻ്റെയും കുടുംബത്തിൻ്റെയും പേര് പറഞ്ഞുള്ള പ്രചാരണം നിർത്തണമെന്നും ഇല്ലെങ്കിൽ മനാഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അർജുൻ്റെ കുട്ടിയെ വളർത്തുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്നും വളരെ കൃത്യമായി കുടുംബം ചോദിക്കുന്നു. അവർ പറയുന്നുണ്ട്, സഹായിച്ചില്ലെങ്കിലും കുത്തി നോവിക്കരുത്. ഒപ്പം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ കുടുംബത്തെ ഇങ്ങനെ അപമാനിക്കരുത്. ഇതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്, അർജുൻ്റെ കുടുംബം മനാഫിനോട് ആവശ്യപ്പെടുന്നത്. അർജുനെ കാണാതായത് മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്ന് നേവിയും ഈശ്വർ മാൽപ്പയും ചേർന്നുള്ള ഡൈവിംഗ് അല്ലെങ്കിൽ ആ തിരച്ചിലടക്കമുള്ള കാര്യങ്ങൾ വന്നു. അതുമാത്രമാണ് 2ാം ഘട്ടത്തിൽ നടന്നത് എന്ന് പറയപ്പെടുന്നത്. അന്ന് പിന്തുണ ലഭിച്ചപ്പോഴും പല ഘട്ടങ്ങളായി പലരും കുടുംബത്തിൻ്റെ വൈകാരികത മാർക്കറ്റ് ചെയ്തുവെന്നും അർജുനെ കണ്ടെത്തിയ ശേഷം അന്ന് അഞ്ജു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നുമൊക്കെ ജിതിനടക്കം ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വൈകാരികമായിട്ടുള്ള മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നാണ് കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും മനാഫിൻ്റെ വാദമെന്ന് പറയപ്പെടുന്നത്, ഞാൻ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, അവർ തന്നെ തള്ളിപ്പറഞ്ഞോട്ടെ, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ല, ഞാൻ നടത്തുന്ന അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തുള്ള യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് വിഷയം, ഇവിടെ എല്ലാവർക്കും അത്തരത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്തതിൽ തെറ്റ് എന്നാണ് മനാഫ് ചോദിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഈ 75 ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വരുന്നുണ്ട്. അതിനകത്ത് ചില രാഷ്ട്രീയ നിറങ്ങൾ കലരുന്നുണ്ട്. ആ രാഷ്ട്രീയ നിറങ്ങൾ കൂടി കലർന്ന് കഴിഞ്ഞാൽ ഈ പ്രത്യാരോപണങ്ങൾ വേറൊരു തലത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അർജുൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടും അല്ലെങ്കിൽ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവിൻ്റെ രാഷ്ട്രീയമൊക്കെ ചിലപ്പോൾ നോക്കിക്കാണേണ്ടി വരും. അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഇത് പോവുകയാണെങ്കിൽ, രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ വരുമ്പോൾ അതൊരു കുടുംബത്തിൻ്റെ സമാധാനത്തെ കെടുത്തുന്നതാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എല്ലാ ആരോപണങ്ങളും ഇവിടെ നിർത്തട്ടെ, എല്ലാ ആരോപണങ്ങൾക്കും ഒരു പരിസമാപ്തി ഉണ്ടാകട്ടെ. മനാഫ് ചെയ്തത് തെറ്റാണെങ്കിൽ അയാളെ ഈ ജനം തന്നെ കല്ലെറിയൂ. ഇനി കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്നറിയുമ്പോഴും നിങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള വാദഗതികളുമായി ഒരിക്കലും ഈ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ എത്താതിരിക്കട്ടെ. അർജുൻ സ്വർഗത്തിലെങ്കിലും ശാശ്വതമായ സമാധാനത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.